ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എന്തൊക്കെയുണ്ട് ക്രിസ്മസ് വിശേഷങ്ങൾ? ഡെക്കറേഷൻസ് ഒക്കെ വാങ്ങിച്ചോ? ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തോ? അങ്ങനെ എന്തൊക്കെയുണ്ട് ബാക്കി വിശേഷങ്ങൾ എന്നൊക്കെ പറയൂ. ഞാനിപ്പോൾ എൻ്റെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഇതുവരെയൊക്കെ ആയി. ഞാൻ പുൽക്കോടൊക്കെ സെറ്റ് ചെയ്തു. ഇതേപോലെ ഒരു ഏരിയയിൽ ഞാൻ ക്രിസ്മസ് ഡെക്കറേഷൻസിന് വേണ്ടി മാത്രം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് എൻ്റെ ക്രിസ്മസ് വിശേഷങ്ങൾ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ പുൽക്കൂട് എങ്ങനെ ഉണ്ടാക്കുമെന്നാണ്. സിമ്പിളായിട്ടൊരു പുൽക്കൂടാണ്, ആർക്കും വേണമെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും. ആദ്യം തന്നെ നമുക്ക് പുൽക്കൂട് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു കാർഡ്ബോർഡാണ് വേണ്ടത്. ഇത് ഞങ്ങളിവിടെ പണ്ട് ടി വി എങ്ങാണ്ട് വാങ്ങിച്ചപ്പോഴൊരു കാർഡ്ബോർഡ് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ സൈസൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനൊരു കാർഡ്ബോർഡും ഇങ്ങനെ ജസ്റ്റ് ഇത്രയും ചെറിയൊരു ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പുൽക്കൂട് ഉണ്ടാക്കാം. ഒരുപാടൊന്നും വേസ്റ്റ് ആക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പുൽക്കൂട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്ന അളവ് 27.75 സെൻറ്റിമീറ്റർ. അതാണ് രണ്ട് സൈഡിലും എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ മടക്കി വെച്ച് നോക്കാൻ നേരത്ത് ഇങ്ങനെ നടുക്ക് കറക്റ്റ് അളവ് നടുക്ക് എടുത്തിട്ട് ആ ഒരു നടുക്ക് ഇങ്ങനെ മടക്കി വെക്കണം. കുറച്ച് നേരം മടക്കി വെച്ചിരുന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇത് ഈ ഒരു ഷേപ്പിൽ ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഈസിയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ നമുക്ക് കാർഡ്ബോർഡ് വേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് മതിലുകൾ വേണം. നമ്മൾ ഫുൾ സൈഡ് കവർ ചെയ്യുന്നില്ല, രണ്ട് സൈഡ് കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു പോർഷനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 27.9 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ അളവ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, പിന്നെ അവിടെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 22.5 സെൻറ്റിമീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രെഡ്ത്ത് 10 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ ബോക്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വിൻഡോ ആയിട്ട് വെക്കാനാണ്. എന്നിട്ട് നമ്മൾ അതേ സൈസിൽ ഒരെണ്ണം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത സൈഡിൽ വെക്കാൻ. അവിടെ നമ്മൾ വിൻഡോ ഒന്നും വെച്ചിട്ടില്ല. അപ്പം നമ്മുടെ രണ്ട് സൈഡിലേക്കുള്ളതായി. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു സൈഡിലായിട്ട് മാത്രം ഒരു പ്രത്യേകം പോർഷൻ കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയൊരു കട്ടൗട്ട് പോർഷൻ പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനൊരു ഭാഗം എന്തിനാണെന്ന് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മനസ്സിലാവും. ഇങ്ങനൊരു പോർഷൻ കട്ട് എടുത്തിട്ടുണ്ട്. ഇത് 27 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. എന്നിട്ട് ഇവിടെ ഒരു ആംഗിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആംഗിൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ആംഗിൾ ഞാനത് മടക്കി വെച്ച് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ ഷേപ്പിൽ വെച്ച് നോക്കി ആ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. എങ്കിലും നമുക്കത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ രണ്ട് പോർഷൻസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ബോർഡേഴ്സ് സെറ്റ് ചെയ്യാനായിട്ടാണ്. ഇതിന് രണ്ടിനും സെയിം സൈസാണ്. 9.5ഉം 5.5ഉം ആണ് ഇതിൻ്റെ അളവെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു നീളമുള്ളൊരു ബോക്സ് ഇതും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 27 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ്. ഇങ്ങനൊരു സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം എന്തിനാണെന്നുള്ളത് നമ്മൾ വീഡിയോ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു പീസ് മാത്രം ഞാൻ കട്ട് ചെയ്തപ്പോൾ അളവ് ചിലയിടം തെറ്റിപ്പോയി. ഇത് കുറച്ചും കൂടെ കുറച്ചെടുത്താൽ മതി. എത്രയാണെന്ന് നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന പീസല്ലേ, അതിൻ്റെ സെയിം അളവിന് എടുത്താൽ മതി. ഞാൻ വീഡിയോ ലാസ്റ്റ് കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫെവിക്കോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫ്ലെക്സ് ക്യുക്കാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടും. ഫെവിക്കോളും ഫ്ലെക്സ് ക്യുക്കും രണ്ടും നമുക്ക് വേണ്ടതാണ്. ഇത് രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ഇതും ബോർഡർ സെറ്റ് ചെയ്യാനായിട്ടാണ് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തൊട്ടടുത്ത കടകളിൽ നിന്നൊക്കെ കിട്ടും. 10 രൂപയുള്ള എന്തൊരു സെറ്റ്, ഒരു 10 എണ്ണങ്ങളുള്ള സെറ്റായിരുന്നു. അപ്പോൾ ഞാൻ അതിന് കുറച്ച് 3 എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു സംഭവം ചെയ്യാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഈ മുട്ടയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ സംഭവമില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ്. ഇത് ഞങ്ങളിപ്പോൾ ടി വി വാങ്ങിച്ചപ്പം അതിൻ്റെ അകത്ത് ടിവിയോ കമ്പ്യൂട്ടർ എന്തോ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ അകത്ത് കമ്പ്യൂട്ടറാണ് അതിൻ്റെ അവിടെ ഇരുന്ന സംഭവം. അപ്പോൾ ഇത് നമുക്ക് എന്തിനാണ് ആവശ്യം വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സംഭവം കൂടെ കിട്ടുമെങ്കിൽ എടുത്ത് വെച്ചേക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ മുട്ടയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കവറില്ലേ, തോടില്ലേ, ഇതുപോലത്തെ അതായാലും മതി. ഇത് നമുക്കൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്കിതിന് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡോയുടെ ഒരു സൈഡിലെ പോർഷൻ. ഇത് കണ്ടോ, അതായത് ഈ ഭാഗത്താണ് നമ്മൾ കൂടുതൽ വരുന്നത് പോലെ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഈ ഒരു റൂഫ് വരുമ്പം ഇത്രയും ഭാഗം വരെയെങ്കിലും റൂഫ് വരും. അപ്പോൾ അവിടെ വന്നത് മറയും. അപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ തോന്നൽ വരും. കാരണം നമ്മൾ ഇവിടെ ഇത് കറക്റ്റ് നടുക്ക് വെച്ചാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഭാഗം റൂഫ് മറയുമ്പം ഈ ഒരു ഭാഗം മാത്രമായിട്ട് വരുമ്പോൾ അതൊരു കുറച്ച് വൃത്തികേടായിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് സ്പേസ് എക്സ്ട്രാ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പോർഷൻ വരെ. തിരിച്ച് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തെ വശം എടുത്തിട്ട് ഇവിടെ നമ്മൾ ഈ വിൻഡോയിൽ കുറച്ച് ഇങ്ങനെ
പാർട്ടീഷൻസ് പോലെ ഇങ്ങനെ വെക്കുവാണ്. കണ്ടോ, ഇതിങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒരെണ്ണം നമ്മൾ തിരിച്ചും കൂടെ വെക്കുന്നു. ഇനി നമ്മൾ ഫെവിക്കോൾ വെച്ചത് ഇവിടെ നിന്ന് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതെങ്ങനെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ കണ്ടു, നമ്മളിതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി നമ്മളിത് തിരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ കണ്ടോ, ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ അകത്ത് ഭാഗം. ഇനി ഇത് കുറച്ച് നേരം അവിടെ ഫെവിക്കോളല്ലേ, ഫെവിക്കോൾ ആകുമ്പോഴത്തേക്ക് തൊട്ടാൽ കുറച്ച് സമയം പിടിക്കും. ഒട്ടിക്കഴിഞ്ഞാൽ നല്ലോണം ഇരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ തൊടാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കണം. കറക്റ്റ് പൊസിഷനിലാണോ സ്ട്രെയിറ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ അതവിടെ തൊടാതെ നമ്മൾ അങ്ങനെ തന്നെ കുറച്ച് നേരം വെച്ചിരുന്നാലേ അത് സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അത് സെറ്റ് ആവട്ടെ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഇതില്ലേ, ഈ സാധനം നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് നമ്മൾ കീറി ഒരു ഷേപ്പൊന്നും വേണ്ട, ജസ്റ്റ് കീറി ഒരു അൺഈവൻ ഷേപ്പ് ആയിരുന്നാലും മതി. ഇവിടെ ഫുള്ളി ഇങ്ങനെ ഒട്ടിക്കാൻ പോകണം. ഇതിൻ്റെ അകത്ത് കാണുന്ന ഭാഗം, പുറത്തുള്ള ഭാഗം നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പം നമ്മൾ അവിടെ വെറുതെ വേസ്റ്റ് ആക്കണ്ട. നമ്മൾ കാണുന്ന പോർഷൻ ഏതാണോ അവിടെ മാത്രം ചെയ്താൽ മതി. അപ്പം നമ്മളിവിടെ ഇത് വെച്ചൊന്ന് ഫുള്ളൊന്ന് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഫൈനലി നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഒട്ടിച്ചതിൻ്റെ പാടുകളാണ് ഫെവിക്കോളിൻ്റെ. അതൊക്കെ കണ്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ഭംഗി എങ്ങനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക രീതിയിൽ നോക്കിയാൽ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. അതായത് ഉണ്ടോ, ആ ഒരു പണ്ടത്തെ വീടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പണിതൊരു വീടിൻ്റെ ഒരു ടെക്സ്ചർ അവിടെ കിട്ടും. മനസ്സിലായോ? ഇനി ഇതിനകത്ത് നമ്മൾ പെയിൻറ്റും കൂടെ അടിച്ച് ഫുള്ള് വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയിൽ അത് കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇത് ഫുൾ ഇതിനെ കവർ ചെയ്യണം. ഈ ഒരു പീസ് നമ്മൾ ഫുൾ ഇതേപോലെ കവർ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഇതുണ്ടല്ലോ, ഈ പീസിൻ്റെ ഈ പുറം ഭാഗവും നമ്മൾ അതേപോലെ കവർ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ വെക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ഈ സൈഡേ കാണത്തുള്ളൂ, അതുകൊണ്ട് ഈ ഭാഗം കവർ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ അവിടെ വെക്കുമ്പോഴത്തേക്കും ഏത് സൈഡാണോ പുറത്ത് ആൾക്കാർ വരുമ്പോൾ കാണുന്നത് ആ സൈഡിൽ മാത്രം ഇത് കവർ ചെയ്താൽ മതി. ബാക്കി സൈഡിൽ കവർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കവർ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് കാരണം അവിടെ വെച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമ്മളത് വരുന്നില്ലല്ലോ, പിന്നെ എത്രയും വേസ്റ്റ് ആക്കേണ്ട കാര്യമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ റിസോഴ്സ് മാനേജ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ ഇതേപോലെ തന്നെ ഇത് വെച്ചിട്ട് ഈ ഒരു മുട്ടയുടെ ഈ സംഭവം വെച്ചിട്ട് ഈ ഒരു ഭാഗം കവർ ചെയ്യണം. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു പോർഷൻ ചെറുതായിട്ടൊന്ന് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്യണം. പിന്നെ ഈ ബോർഡേഴ്സ് ഉണ്ടല്ലോ, ഈ രണ്ട് ബോർഡേഴ്സും കൂടെ കവർ ചെയ്യണം. ഇത്രയും പോർഷനാണ് മെയിനായിട്ട് നമ്മൾ ഈ രീതിയിൽ കവർ ചെയ്യേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് വരാം. സോ ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്നലെ ഇത് കുറച്ച് സംഭവങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഒട്ടിച്ച് വെക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതേപോലെ കുറേ ഇത് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ടെക്സ്ചർ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ടെക്സ്ചർ, ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു പോർഷൻ, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ഭാഗമില്ലേ, ഇത് നമ്മൾ ഇതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ വേറെ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടില്ലായിരുന്നോ? ഇതിനകത്തൊരു മിസ്റ്റേക്ക് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ എടുത്ത അളവല്ല, വേറൊരു അളവിനാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ സെയിം അളവ് കണ്ടോ, ഇതും സെയിം അളവായിരിക്കണം. കണ്ടോ, ഇതിൻ്റെ സെയിം അളവായിരിക്കണം ഇത്. അതിന് നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടോ, അത് കറക്റ്റ് അതേ ഹൈറ്റിൽ അത് രണ്ടും കൂടി ഒട്ടിച്ച് വെച്ചിട്ട് അതും നമ്മൾ ഇതേപോലെ ടെക്സ്ചറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പിന്നെ ഇതും നമ്മളിത് പെയിൻ്റ് അടിച്ചപ്പോൾ ഇത് കാർഡ്ബോർഡ് ആയതുകൊണ്ട് കുറച്ചൊന്ന് അബ്സോർബ് ആയിപ്പോയി. അപ്പം നമ്മൾ ഇനിയെല്ലാം ഇത് ഒട്ടിച്ച് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ പെയിൻ്റ് അടിച്ച് സെറ്റാക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് പീസ് ഇങ്ങനെ നമ്മൾ ഐഡൻറ്റിക്കലായിട്ട് രണ്ട് പീസ് എടുത്തില്ലേ, ആ രണ്ട് പീസ് നമ്മൾ ഇതേപോലെ സിമ്പിൾ വേറെ ഒന്നും ചെയ്യാതെ തന്നെ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡാണിത്. അവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല. അത് നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ വെക്കുമ്പോൾ ഞാനത് ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ ഇതിൻ്റെ പറഞ്ഞ ആവശ്യമില്ല പെയിൻറ്റിൻ്റെ, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞത്. നിങ്ങളുടെ വീട്ടിലത് ഏത് സൈഡിലോട്ടാണ് ഇരിക്കുന്നത് അതനുസരിച്ച്. ബാക്ക് സൈഡ് ആരും കാണുന്നില്ലെങ്കിൽ അവിടെ പെയിൻ്റ് അടിച്ച് വെറുതെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അടുത്തത് പിന്നെ ഇതാണ് നമ്മുടെ റൂഫായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. കണ്ടോ, നമ്മളിങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് റൂഫിൻ്റെ പോർഷൻ സെറ്റ് ആവാനായിട്ട്. ഇനി നമ്മളിതെല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചിട്ട് റെഡിയാക്കിയിട്ട് പിന്നെ വേണം നമുക്ക് ബാക്കി ഭാഗങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാൻ, ബാക്കി എന്തൊക്കെ ഒട്ടിക്കാനുണ്ടെന്നൊക്കെ നോക്കാൻ. അപ്പം നമുക്ക് ഇത് ഒട്ടിക്കുന്നതിലോട്ട് പോകും. നമ്മൾ റൂഫിൽ ഇത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ വേറെ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്കെയിൽ ഇങ്ങനെ ഇവിടെ വെക്കുക, എന്നിട്ട് ഒരു ഫിംഗർ ഡിസ്റ്റൻസും കൂടെ വെക്കുക. അപ്പം ഞാൻ ഇത്രയാണ് എക്സ്ട്രാ പോർഷനായിട്ട് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു ലൈൻ വരയ്ക്കുക, നേരെ താഴെ വരെ ലൈൻ വരച്ചു. ഓക്കെ, അപ്പം നമ്മൾ ഇത് വെക്കാൻ പോകുന്നത് ഇവിടെ ആയിട്ടായിരിക്കും വെക്കാൻ പോകുന്നത്. ഇനി ഇത് എത്ര മുമ്പിലോട്ടാണോ ബാക്കിലോട്ടാണോ വെക്കേണ്ടത് നമ്മൾ അറിയണം. അപ്പുറത്തെ സൈഡിൽ വെക്കുമ്പോൾ ഇതിൻ്റെ സെയിം ലെവലായിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ രണ്ട് സൈഡിലും വരയ്ക്കണം. വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് കറക്റ്റ് രീതിയിൽ എടുക്കണം. അതായത് ഇപ്പുറത്തെ സൈഡും എടുക്കുവാണ്. ഈ ഒരു പോർഷനിലും
സ്കെയിൽ വെക്കുന്നു. സ്കെയിൽ വെച്ചിട്ട് ഒരു ഫിംഗർ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് എടുക്കുന്നു. ഓക്കെ, അതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ ആയിരിക്കും നമ്മൾ ഈ 2 സൈഡിലായിരിക്കും നമ്മൾ വെക്കാൻ പോകുന്നത്. ഇനി ഇവിടെ നമ്മൾ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കാൻ പോവാം. എത്ര എടുക്കാൻ നമുക്ക് നോക്കാം. ഇപ്പം ഒരു 5, ഇവിടെ ഞാനൊരു 5 മാർക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഇവിടെ നിന്നും 5 മാർക്ക് ചെയ്യണം. അതായത് ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നോക്കുക, നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. കണ്ടോ, 5 മാർക്ക് ചെയ്തത്. അത് മാത്രം നോക്കിയത്. പിന്നെ താഴെ മാർക്കേണ്ട ആവശ്യമില്ല, താഴെ അത് ഒരേപോലെ വന്നോളൂ. എന്നിട്ട് വേണം പിന്നെ നമ്മൾ അവിടെ ഒട്ടിക്കാനായിട്ട്. ഇതാ ഇങ്ങനെ 2 കാർഡ്ബോർഡ് എടുക്കുക. അത് എത്ര നീളമാണെങ്കിലും കുഴപ്പമില്ല. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു പ്രത്യേക ആംഗിളിൽ തന്നെ ഇരിക്കണ്ടേ. അപ്പോൾ ആ ആംഗിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും നമ്മളിതാ ഇവിടെ ഇങ്ങനെ വെക്കും. മനസ്സിലായോ? എന്നിട്ട് ഈ 2 ജോയിൻ ചെയ്യുന്ന പോർഷനില്ലേ, അത് കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ട് ഇതിവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ഇത് ഇങ്ങോട്ടും മടങ്ങില്ല അങ്ങോട്ടും പോവില്ല. ആ ഒരു ആംഗിളിൽ തന്നെ സെറ്റ് ചെയ്ത രീതിയിലിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 സാധനം ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ ഒന്ന് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിതാ ഇങ്ങനെ വെച്ച് അളവ് നോക്കണം. ഇങ്ങനെ വെച്ച് ഇതിൻ്റെ കറക്റ്റ് ആംഗിളിൻ്റെ അളവ് നോക്കിയിട്ട് കണ്ടോ ഇത്രയും ഭാഗം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളിത് എന്താ വെച്ചാൽ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന്. അളവ് എങ്ങനെ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ 2 സംഭവം നമ്മളെടുത്തു. എന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ അളവ് വെച്ച് നോക്കണം. കണ്ടോ, ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് നമ്മൾ ഏത് ആംഗിൾ വേണ്ടതെന്ന് വെച്ചാൽ ആ ആംഗിൾ നമ്മൾ വെക്കണം. എന്നിട്ട് വെച്ച് നോക്കുമ്പോൾ അതായത് കണ്ടോ, ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കണം. അതേപോലെ ഇത് ഇവിടുന്ന് വെച്ചിട്ട് അതും സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് ഈ പോർഷനും ഇതും കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്കിത് രണ്ടും കൂടെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് ജോയിൻ ചെയ്തിട്ട് വരാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ റൂഫ് പോർഷൻ ഇതാണ്. അതിന് നേരെ പാരലായിട്ട് ഇതാ ഇങ്ങനെ 2 ഭാഗം കൂടെ കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ പുറകു വശത്തായിട്ടാണ് ഞാനിത് ഒട്ടിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, മേലിലാണ് ഫ്രണ്ട് ഭാഗം. ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമ്മളിതിങ്ങനെ വെച്ച് ഒട്ടിക്കും. അപ്പോൾ ഇത് ആ ഷേപ്പിന് തന്നെ അനങ്ങാതെ നിന്നോളും. ഓക്കെ, ഇവിടെ എടുക്കുന്നത് ഫ്ലെക്സ് ക്യൂക്കാണ്. ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലോണം സൂക്ഷിക്കണം. കാരണം ഇത് കയ്യിൽ പറ്റാൻ പാടില്ല. കാരണം കയ്യിൽ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഉരുകി ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ. ഇത് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് അടച്ചും വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് എവാപ്പറേറ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വേണം ഇത് യൂസ് ചെയ്യാൻ. ഭയങ്കര ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ. കുട്ടികളാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ ഗൈഡൻസ് എന്തായാലും വേണം. കണ്ടോ, ഇപ്പോൾ ഇതാ ഇതിങ്ങനെ ഒട്ടിട്ടുണ്ട് 2 സൈഡ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് ഈ ഷേപ്പിൽ തന്നെ ഇരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങത്തില്ല. ഇതായിരിക്കും നമ്മളുടെ പുൽക്കൂടിൻ്റെ റൂഫിൻ്റെ കറക്റ്റായിട്ടുള്ള ഷേപ്പ്. മനസ്സിലായോ? കണ്ടോ, ഇതായിരിക്കും ഇതിൻ്റെ ഒരു ഷേപ്പ്. ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ല, അത് ഒട്ടി തന്നെ ഇരിക്കുക. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. പോർഷൻ ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതില്ലേ, ഇതും ഈ ഭാഗവും കൂടെ നമ്മളിതിങ്ങനെ ഒട്ടിക്കും. എന്നിട്ട് ഈ ഒരു പോർഷൻ കട്ട് വെച്ചേക്കുന്നില്ലേ, അതും ഒട്ടിച്ച് ഇതിൻ്റെ സെറ്റാക്കും. എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗം ഇവിടെയും ഈ ഒരു എണ്ണം ഇവിടെ ഒട്ടിച്ച് ഈ ഒരു ബോക്സ് പോലെ സെറ്റാക്കും. എന്നിട്ട് അത് ഒരുമിച്ചാണ് അവിടെ ഒട്ടിക്കുന്നത്. പ്രത്യേകം ഒട്ടിക്കുന്നത് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. അത് നടക്കുന്നവരല്ല, കുറച്ച് മെനക്കേടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇവിടെ ഒരു ജോയിൻ ചെയ്തൊരു പാർട്ടീഷൻ ഇങ്ങനെ വെക്കണം. പിന്നെ ഇവിടെ നമ്മൾ വെക്കുന്നത് പാർട്ടീഷനേക്കാളും കൂടി നമ്മൾ വെക്കാൻ പോകുന്നത് ഇതാ ഇങ്ങനെയുള്ള സ്റ്റിക്സ് ഇല്ലേ, ആ സ്റ്റിക്സ് വെച്ചിട്ടൊരു സംഭവമായിരിക്കും നമ്മളിവിടെ വെക്കാൻ പോകുന്നത്. ചെറിയൊരു പാർട്ടീഷൻ വല്ലതും കാണും, ബാക്കി ഫുള്ള് സ്റ്റിക്കായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ആവും. പിന്നെ ഇതിൻ്റെ മേളിൽ പുറകിൽ വെച്ച പോലെ സംഭവം മേളിലും കൂടെ വെക്കണം. കാരണം ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ ചെറിയൊരു കട്ട് വന്നു. അത് എന്തുകൊണ്ടാണ് വന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എടുക്കുമ്പോൾ ഈ കാർഡ്ബോർഡൊക്കെ ആകുമ്പോൾ നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം അവിടെയും വരും. അത് നമ്മൾ എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സെറ്റായാലും ഇനി നമ്മുടെ മറ്റേതും കൂടെ ഇവിടെ ഒരു പാർട്ടീഷൻ കൂടെ വെക്കുകയാണ്. നിങ്ങൾക്ക് ഏത് അളവിൽ വേണമെങ്കിലും വെക്കാം. പിന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ കൂടെ വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പുൽക്കൂട് എവിടം വരെയാണ് ഞാൻ കാണിച്ചു തരാം. അത് നോക്കൂ, കണ്ടോ, അതിൻ്റെ അകത്ത് നമ്മൾ അവിടെ ഒരു പാർട്ടീഷൻ വെച്ചു, ഇവിടെ ഒരു പാർട്ടീഷൻ വെച്ചു. പിന്നെ നമ്മൾ ഇവിടെ ഒരു
ഇതും കൂടെ വെച്ചു. അപ്പോൾ കറക്റ്റായി. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തും നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ടൊരു ഗ്രില്ല് പോലെയും കൂടെ കൊടുക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ബാക്കി പെയിൻറ്റ് അടിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതും കൂടെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പുൽക്കൂടോടെ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടോ, ഇവിടെ നമ്മൾ ഭിത്തിയൊക്കെ നല്ലോണം ഇരിപ്പുണ്ട്. നമ്മളിനി ഇവിടെ പെയിൻറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ നമ്മൾ ഇതാ ഇങ്ങനെ, അതായത് സ്റ്റിക്കുകൾ, അതായത് ഐസ്ക്രീം സ്റ്റിക്ക് ഒരേ ഷേപ്പിന് കട്ട് ചെയ്തിട്ട് ഒരെണ്ണം ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരേ ഷേപ്പിന് കട്ട് ചെയ്ത് ഒരെണ്ണം ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെക്കാൻ നേരത്ത് കുറച്ച് പാടായതുകൊണ്ട് വീഡിയോ എടുക്കാഞ്ഞത്. പിന്നെ അകത്ത് നമ്മളിതാ ഇങ്ങനെ ഒരു പോർഷനുണ്ട്. അത് നമ്മൾ വെറുതെ, അതായത് കുറച്ചും കൂടെ കാറ്റിൽസിനെയൊക്കെ അങ്ങോട്ട് വെക്കാമെന്ന് പറഞ്ഞ് ഒരു വെറുതെ സാധാരണ രീതിയിൽ പുൽക്കൂട് അല്ലാതെ ഒരു ചെറിയ എക്സ്റ്റൻഷൻ പോലെ വെച്ചതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇവിടെയും വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കച്ചയൊക്കെ വെച്ചിട്ട്, അകത്തും കച്ച വെച്ചിട്ട് രൂപങ്ങളൊക്കെ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ ഈ രൂപങ്ങളൊക്കെ നേരത്തെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. പിന്നെ നമ്മൾ ആ സൈഡിൽ കണ്ടോ, അവിടെ പശുവിനെയൊക്കെ പ്രത്യേകം ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സാധാരണ കാണുന്നതിൽ നിന്നും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തതാണത്. അപ്പോൾ ഇതാണ് എൻ്റെ പുൽക്കൂട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരുടെയും ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ക്രിസ്മസ് സെലിബ്രേറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. പിന്നെ ഇതുപോലുള്ള ക്രിസ്മസിൻ്റെ ബാക്കി വീഡിയോസും എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറേ വീഡിയോസ് എല്ലാം കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി എല്ലാവരെയും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ഹാപ്പി ക്രിസ്മസ്.